തോൽവിയിൽ മനംനൊന്ത ആരാധകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോട്ടയം സ്വദേശി ബിനുവാണ് ആറ്റിൽ ചാടിയത്. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. തെരച്ചിൽ തുടരുകയാണ്. അജിത്ത് ചേരുന്നു. അജിത്ത്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ രാത്രി അർജന്റീന ക്രൊയേഷ്യ മത്സരത്തിൽ അർജന്റീന തോറ്റതിൽ മനം നൊന്താണ് ഡിനു ഈ ആറ്റിലേക്ക് ചാടിയത്. ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ട് ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നത്. കളിയും വിനോദങ്ങളുമെല്ലാം പരിപൂർണമായും ഉപേക്ഷിക്കണമെന്നോ അതൊക്കെ തെറ്റാണ് എന്നോ അല്ല ഞാൻ പറയാൻ പോകുന്നത്. ആർച്ചറിയും സ്വിമ്മിങ്ങും സുന്നത്താക്കിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. മാത്രമല്ല, നബിതങ്ങൾ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒരാൾ തൻ്റെ ഇബാദത്തിന് ഉന്മേഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കായികാഭ്യാസങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരു പുണ്യകർമ്മമായി മാറുകയും ചെയ്യും. കളിയെ കളിയായും കാര്യത്തെ കാര്യമായും കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ തിരിച്ചായാൽ അതൊരിക്കലും ഇസ്ലാമികമല്ല. അതേസമയം കളി വിനോദങ്ങളെ പ്രൊഫഷനായി കാണുന്നതും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. കുട്ടികൾക്കിടയിൽ പോലും തമ്മിലടിയും ശത്രുതയും വളരുന്ന കളമായി ഇന്നത്തെ കളിക്കളം മാറി. പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദം പങ്കിട്ട് കളിക്കേണ്ട ഒരു സംവിധാനം നമ്മളെല്ലാവരും ചേർന്ന് അതിനെ രക്തക്കളമാക്കി മാറ്റി. ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ മെസ്സിയുടെ ചിത്രം ടാറ്റു കുത്തിയാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒട്ടും ആലോചിക്കാതെ ക്രിസ്ത്യാനോ പറയുന്ന മറുപടിയുണ്ട്, ഞാൻ എൻ്റെ മകൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കും. കാരണം അവൻ ലോകം അംഗീകരിക്കുന്ന പ്ലെയേഴ്സിനെ തിരിച്ചറിയാൻ കഴിയുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇങ്ങനെയാണ് അവർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്തത്. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റും. അല്ലാതെ സ്വന്തം സുഹൃത്തിനോ വെല്ലുവിളിച്ചും അവന് പോര് വിളിച്ചും സൂയിസൈഡ് ചെയ്തും പൊതുമുതൽ നശിപ്പിച്ചും സ്വയം വിഡ്ഢികളെന്ന് പോലും തിരിച്ചറിയാത്ത പരമവിഡ്ഢികളായി നമ്മൾ മാറുകയല്ല വേണ്ടത്. സ്നേഹത്തോടെയാണ് ഞാനിത് പറയുന്നത്.